ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ പേപ്പർ 2 അതിൻ്റെ മൊഡ്യൂൾ 1 അതിൽ ലീഡർഷിപ്പ്, അതിൽ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്, അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികളെയും ഹാർദമായി ഞാൻ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്തു കൊള്ളുന്നു. വെൽക്കം ടു ദി ക്ലാസ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കാണാൻ സാധിക്കുന്നത് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ട്രാൻസ്ഫോർമേഷണൽ, ട്രാൻസ്ഫോം ചെയ്യുക. അതായത് ഒരു ലീഡർ തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എക്സസൈസ് ചെയ്തുകൊണ്ട് തൻ്റെ ഫോളോവേഴ്സിനെ അവരെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് അവരെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് എന്താ പറയുക, അവരുടെ ഒരു എക്സ്ട്രീം ലെവൽ അറ്റൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് തനിക്ക് വേണ്ട കാര്യങ്ങൾ ഏറ്റവും പാരമ്യതയിൽ ഏറ്റവും എഫക്റ്റീവായി ചെയ്തെടുക്കുന്ന ഒരു സ്റ്റൈലിനെയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് എ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻ വിച്ച് ദ ലീഡർ ഇൻസ്പയർസ് ആൻഡ് മോട്ടിവേറ്റ്സ്. എല്ലാ ലീഡർഷിപ്പ് സ്റ്റൈലും അതുണ്ടെങ്കിലും ഈ ട്രാൻസ്ഫോർമേഷനിൽ ഒരല്പം കൂടുതലാണ്. ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ ഹിസ് ഓർ ഹർ ഫോളോവേഴ്സ് ടു അച്ചീവ് വാട്ട്? എക്സെപ്ഷണൽ പെർഫോമൻസ്. എക്സെപ്ഷണൽ. കൂട്ടുകാർ, നിന്റെ ഇന്ന് എന്താണ് എന്നുള്ളതല്ല, നിന്നെ നാളെ എന്താക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഒരു ട്രാൻസ്ഫോർമേഷണൽ ലീഡർ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ബൈ ഹിസ് എക്സെപ്ഷണൽ എന്താ പറയാ, ഒരു ഇന്നർ സൈറ്റ്, അവന്റെ ഉള്ളിൽ എന്താണ്, അവൻ ആരാണെന്ന് കൃത്യമായ ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവനെ എന്ത് ചെയ്യുക, പരിവർത്തനപ്പെടുത്തുക. ബൈ ക്രിയേറ്റിംഗ് എ വിഷൻ, സെറ്റിംഗ് ഹൈ എക്സ്പെക്ടേഷൻസ് ആൻഡ് ചലഞ്ചിങ് ദ ഫോളോവേഴ്സ് to exceed their own self-interest for the benefit of the organization or society at large. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന്റെ പ്രത്യേകതകൾ: ഒന്ന്, ഹി ഇൻസ്പയർസ് ആൻഡ് മോട്ടിവേറ്റ്സ് ഹിസ് ഫോളോവേഴ്സ്. രണ്ട്, ഹി ഡ്രൈവ് ഹിസ് ഫോളോവേഴ്സ് ടു അച്ചീവ് എക്സെപ്ഷണൽ പെർഫോമൻസ്. എങ്ങനെയൊക്കെ? ബൈ ക്രിയേറ്റിംഗ് എ വിഷൻ, അതായത് ലീഡറിന് കൃത്യമായ ഒരു വിഷൻ ഉണ്ടാകും. ബൈ സെറ്റിംഗ് ഹൈ എക്സ്പെക്ടേഷൻസ്, അതായത് തങ്ങളുടെ ഫോളോവറിൽ നിന്നും എന്താണ് തനിക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. മാത്രമല്ല, എന്താണ് വേണ്ടത് അതൊരു സാധാരണ പെർഫോമൻസ് അല്ല, ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ്. ഇതുവരെ കാണാത്ത ഒരു കളിയാണ് കാണേണ്ടത് ലീഡറിന്. ആൻഡ് ചലഞ്ചിങ് ദ ഫോളോവേഴ്സ് ടു എക്സീഡ് ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്, പുഷിംഗ് ദ മാക്സിമം, pushing them to the maximum level. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓർ സൊസൈറ്റി അറ്റ് ലാർജ്. നോക്കാം കൂട്ടുകാരെ, എന്താണ് അടുത്തതെന്നുള്ളത്. ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് എന്താണ് നോക്കാം അടുത്തത്. ട്രാൻസ്ഫോർമേഷണൽ ലീഡേഴ്സ് ഫോക്കസ് ഓൺ ട്രാൻസ്ഫോർമിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ബൈ എൻകറേജിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഗ്രോത്ത്. ഈ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിൽ പേഴ്സണൽ ഗ്രോത്ത്, ഒരു ഫോളോവറിന്റെ അവന് വളരാനുള്ള ഒരു ആംബിൾ സ്കോപ്പ് ഉണ്ടായിരിക്കും, അവന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടായിരിക്കും, അവനെ വേറെ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ് ഏത്, ഈ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കാം, ബാസ് ആൻഡ് റിഗോ. ബാസ് ആൻഡ് റിഗോ പറയുന്നത് എങ്ങനെയാണ്, ആസ് ദ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്, ദി ലീഡർ ഇസ് എ ക്ലിയർ വിഷണറി. കൃത്യമായിട്ട്, അതായത് ഈ സ്ഥാപനത്തെ കുറിച്ച് നാളെ എന്തായിരിക്കണം, മറ്റന്ന് എന്തായിരിക്കണം, 5 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കണം, 10 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ദിശാബോധമുള്ള ഒരു വ്യക്തിയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ലീഡർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ഹാവ് എ ക്ലിയർ വിഷൻ ഓഫ് വാട്ട് they want to achieve. എനിക്ക് എന്താണ് ചെയ്ത് കിട്ടേണ്ടത് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവും. He will be an effective communicator. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് എന്റെ മനസ്സിലുള്ള ആശയം എന്താണ് എന്നുള്ളത് അതിന്റെ അർത്ഥം ചോർന്നു പോകാതെ, ആശയം ചോർന്നു പോകാതെ കൃത്യമായി നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ട്രാൻസ്ഫോർമേഷൻ ലീഡർ. കൂടാതെ ഹി വിൽ ബി എ ഗുഡ് ഒറേറ്റർ, ഹി വിൽ ബി എ ഗുഡ് മോട്ടിവേറ്റർ, ഹി വിൽ ബി എ ഗുഡ് ഇൻഫ്ലുവൻസർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ അവനെ എന്ത് ചെയ്യാണ്, പരിവർത്തനപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് 100% അതിന്റെ തികവിൽ അവനെ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയായിരിക്കും ഉപയോഗിക്കുന്നത്. ഹി വിൽ ബി ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വിഷണറി, ഇത് രണ്ടും ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന്റെ പ്രത്യേകതകളാണ്. ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷണൽ, ഞാൻ പറഞ്ഞല്ലോ, പുഷിംഗ് ദം ടുവേർഡ്സ് ദ മാക്സിമം. അവരെ കൊണ്ട്, അതായത് ഈ പൂർണ്ണത എന്നൊന്നില്ല, മനസ്സിലായില്ലേ? പൂർണ്ണത, കംപ്ലീറ്റ്നെസ്. മനുഷ്യന്റെ
ഇന്നർ ഏർജ് എന്ന് പറയുന്നത് ഈ പെർഫെക്ഷൻ അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണത അച്ചീവ് ചെയ്യുക. പൂർണ്ണത എന്നൊന്നില്ല, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ നിമിഷവും എന്ത് ചെയ്യുക, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അതിനുവേണ്ടി നിരന്തരം അവനെ ഇൻസ്പയർ ചെയ്യുന്നു, മോട്ടിവേഷൻ ചെയ്യുന്നു. ആര്? ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ്. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് അതേഴ്സ് ബൈ പ്രൊവൈഡിങ് എ കമ്പല്ലിംഗ് future direction. By compelling future direction, they also create a positive and motivating environment, a positive vibe. ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടായിരിക്കില്ല, വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അവന്റെ എനർജി ലെവൽ വേറെ ആയിരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ ലീഡറിന്റെ. തീർച്ചയായിട്ടും that energy will pass on to his followers. Foster change. Transformation leaders are change leaders or drivers. ചേഞ്ച് ലീഡേഴ്സ്, മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായി കിണഞ്ഞ് പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും ആര്? ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. കൂടാതെ എംപത്തറ്റിക്, കൂടാതെ നാഗവല്ലി അല്ലല്ലോ, അല്ലിക്ക് സുരേഷ് ഗോപിയുടെ വൈഫിന്റെ പേരെന്തായിരുന്നു? ഓക്കെ, നാഗവല്ലിയോട് തോന്നിയ സിമ്പതി പിന്നെ ഒരു എമ്പതിയായി മാറി തന്മയീ ഭാവം. അതായത് വർക്കർ, ഞാൻ തൊഴിലാളിയാണെങ്കിൽ, ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അവന്റെ മനസ്സിൽ എന്തായിരിക്കും? അങ്ങനെ ഒരു എംപത്തൈസ് ചെയ്ത് കണ്ടുകൊണ്ട് അവനെ എങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? മനസ്സിലായില്ലേ? അപ്പോ ഞാൻ, ഇഫ് ഐ ആം ദാറ്റ് അക്കൗണ്ടന്റ്, ഇഫ് ഐ ആം ദാറ്റ് സബോർഡിനേറ്റ്, ഇഫ് ഐ ആം ദാറ്റ് വർക്കർ, എന്തായിരിക്കും അവന്റെ മനോഭാവം? അങ്ങനെ അവന്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചുകൊണ്ട് ഒരു തന്മയീ ഭാവത്തോടുകൂടി അവനെ അറിഞ്ഞ് മനസ്സിലാക്കി അവനെ വർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നവനായിരിക്കണം ഒരു ട്രാൻസ്ഫോർമേഷൻ ലീഡർ എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ, ദേ എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ്, ചലഞ്ചിങ് ദ സ്റ്റാറ്റസ് ക്വോ ആൻഡ് പ്രൊമോട്ടിംഗ് ന്യൂ ഐഡിയാസ്. കൂടാതെ ഔട്ട് ഓഫ് ദി ബോക്സ് സൊല്യൂഷൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. നിലവിലെ 10 കാര്യങ്ങളല്ല, നിലവിൽ എങ്ങനെയാണ് ഓടുന്നത് എന്നല്ല, പുതുതായിട്ട് ലോകം മുഴുവനെ ഓട്ടിക്കാനായിട്ട് എന്തുണ്ട് കയ്യിൽ എന്നുള്ള ചിന്തിക്കുന്ന വ്യക്തിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർ എന്ന് വിളിക്കുന്നത്. Intellectual stimulation, they encourage creativity and innovative thinking, challenging the status quo and promoting new ideas. അടുത്ത നോക്കാം കൂട്ടുകാരെ, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടത് എന്തൊക്കെയായിരുന്നു? വിഷണറി ആയിരിക്കും, അടുത്തത് എന്തായിരിക്കും? എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും, അടുത്തത് ഈ പറഞ്ഞതുപോലെ ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ ആയിരിക്കും, ഫോസ്റ്റർ ചേഞ്ച്, മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും, എംപത്തറ്റിക് ആയിരിക്കും, അതുപോലെ തന്നെ കൂട്ടുകാരെ ഇന്റലക്ച്വൽ സ്റ്റിമുലേറ്റേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബൈ പ്രൊമോട്ടിംഗ് ക്രിയേറ്റിവിറ്റി, ബൈ പ്രൊമോട്ടിംഗ് സ്കോപ്പ് ഫോർ ക്രിയേറ്റിവിറ്റി. അടുത്തത് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം കൂട്ടുകാരെ. ഹി ഇൻസ്പയർസ് their followers to go above and beyond, pushing the limits. അല്ലെ, അവരെ സംബന്ധിച്ച് അസാധ്യം എന്നൊന്നില്ല. അപ്പൊ അത്തരത്തിൽ അവരെ ലിമിറ്റുകളെ, പരിമിതികളെ അതിജീവിപ്പിച്ചുകൊണ്ട് അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താ പറയാ, നമുക്ക് അസാധ്യമായത് നമ്മൾ നോർമൽ കേസിൽ പറയുന്ന, അപ്രാപ്യമാണെന്ന് നോർമൽ കേസിൽ പറയുന്ന ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഈ പറയുന്നത് പോലെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന്റെ വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. റിസൾട്ടിംഗ് ഇൻ ഹയർ ലെവൽസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ബൈ സെറ്റിംഗ് ഹൈ എക്സ്പെക്ടേഷൻസ് ആൻഡ് എൻകറേജിംഗ് ഇന്നോവേഷൻ. ബൈ സെറ്റിംഗ് ഹൈ എക്സ്പെക്ടേഷൻസ് ആൻഡ് എൻകറേജിംഗ് ഇന്നോവേഷൻ. അതായത് അവൻ വെക്കുന്ന ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും, മീൻസ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ക്യാൻ ഡ്രൈവ് ദ ടീംസ് ഓർ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഔട്ട്സ്റ്റാൻഡിംഗ് റിസൾട്ട്സ്. കൂടാതെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്, നിങ്ങളൊരു ലക്ഷ്യത്തെ പിന്തുടർന്നുകൊണ്ട് 100% ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ വർക്കേഴ്സിനെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തുണ്ടാകും? റിസൾട്ട്സ് ഉണ്ടാകും. നിങ്ങൾ കൃത്യമായി ജോലി ചെയ്താൽ മതി, നിങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്താൽ മതി, നിങ്ങൾ 100% ഇട്ടാൽ മതി, റിസൾട്ട് വിൽ ഫോളോ. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നോക്കാം. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ക്രിയേറ്റ് എ പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് വർക്ക് എൻവറോൺമെന്റ്. അതായത് വർക്കേഴ്സിനോടുള്ള മൊറാൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. പോസിറ്റീവ് വർക്ക് എൻവറോൺമെന്റ് ആയിരിക്കും, ഒരു നെഗറ്റീവ് വർക്ക് എൻവറോൺമെന്റ് ആയിരിക്കില്ല അവിടെ. ഹി പ്രൊമോട്ട്സ് കൊളാബറേഷൻ, ഹി പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി ആൻഡ് എ സെൻസ് ഓഫ് പർപ്പസ്. ദേ ആർ നോൺ ടു ക്രിയേറ്റ് ആൻ ഓൾ ഇൻക്ലൂസീവ് വർക്ക് എൻവറോൺമെന്റ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, എല്ലാ ആശയങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള, എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള, അവരുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്ത് അവരെ കൊണ്ട് ഔട്ട് ഓഫ് ദി ബോക്സ് സൊല്യൂഷൻ കണ്ടെത്തി അത് വിജയകരമായി പിന്തുടർന്ന് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈല്. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ആർ ചേഞ്ച് ലീഡേഴ്സ്. ദേ ലീഡ്, ദേ ആർ ചേഞ്ച് ലീഡേഴ്സ്. വാടാ നേതാവ്, പോടാ നേതാവല്ല. ദേ ആർ ചേഞ്ച് ലീഡേഴ്സ്.
they lead and they drive change in the organizations or societies. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അവര് നിൽക്കും, അവര് കട്ടയ്ക്ക് നിൽക്കുമെന്നേ, അവര് 100% ആത്മാർത്ഥത്തോട് നിൽക്കുമെന്നേ. They are change leaders. They lead and drive change in the organizations or societies. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് rely heavily on the leader's influence. പരമാവധി അല്ലെങ്കിൽ 100% കൂടുതൽ. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ് കൂട്ടുകാരെ? ലീഡറിന്റെ മേൽ, അതായത് ഇപ്പോ പുഷിംഗ് ദ ലിമിറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം, ഒരു ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലെങ്കിൽ അവർ മാറ്റം ഉണ്ടാകാൻ കിടഞ്ഞ് പരിശ്രമിക്കണം, അവരുടെ ഭാവങ്ങളും അവരെ അറിയണം, അവരെ ആത്മാർത്ഥമായ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കണം. അപ്പൊ അതിന് പറ്റിയൊരു ലീഡർ, ആ ലീഡറിന്റെ മേലുള്ള അമിതമായ ഒരു എന്താ പറയാ, ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ലീഡറിന്റെ മേലുള്ള അമിതമായ ആശ്രയത്വം ഒരു പക്ഷേ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന് വിലയാകാൻ സാധ്യതയുണ്ട്. ലീഡർ പോയാൽ, അതായത് പരിവർത്തനത്തിന്റെ പാതയിലാണ് ഈ പറയുന്ന ഫോളോവേഴ്സ് എങ്കിൽ, ആ പരിവർത്തനത്തിന്റെ പാത പരിവർത്തനം നടക്കുന്ന സമയത്ത് ലീഡേഴ്സ് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലീഡേഴ്സിന് സ്ഥാനചലനം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു വിലങ്ങുതടിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിലൈ ഹെവിലി ഓൺ ദ ലീഡേഴ്സ് ഇൻഫ്ലുവൻസ്. ഒരു അമിതമായ ആരെ ആശ്രയിക്കുന്നു? ലീഡേഴ്സിനെ. ആൻഡ് ഇഫ് ദ ലീഡർ ഇസ് ആബ്സെന്റ് ഓർ ഫെയിൽസ് ടു പ്രൊവൈഡ് പ്രോപ്പർ ഗൈഡൻസ്, ഇറ്റ് ക്യാൻ നെഗറ്റീവ്ലി impact the followers. It can negatively impact the followers. അത് വളരെ വലിയൊരു വിഷയമാണ് എന്ന് നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. Followers often become over reliant on the leader's guidance and decision making. They often become over reliant on the leader's guidance and decision making. തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക കൂട്ടുകാരെ, അവരെ അമിതമായി ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ അവരില്ലാതാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യം ഒരു പക്ഷേ ഫോളോവേഴ്സിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കാനായിട്ട് മതിയായ കാരണമായി മാറാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് മേ സെറ്റ് എക്സ്ട്രീംലി ഹൈ എക്സ്പെക്ടേഷൻസ്. എപ്പോഴും ഇങ്ങനെ ഈ പുഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ മാറ്റത്തിനോട് അനുകൂലമായ മനസ്സില്ലാത്തവരിൽ ഒരു ഇൻക്രീസ്ഡ് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു ബേൺ ഔട്ട് ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുള്ളി എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. ദി ലീഡേഴ്സ് ടു ഫേസ് ബേൺ ഔട്ട് ആസ് ദേ ഇൻവെസ്റ്റ് ടു മച്ച് ടൈം ആൻഡ് എനർജി ഇൻ സപ്പോർട്ടിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഫോളോവേഴ്സ്. ലീഡേഴ്സും അതേപോലെ തന്നെയാണ്. കാരണം അവരെ മറ്റുള്ള തന്മയെ എംപതൈസ് ചെയ്യണമെങ്കിൽ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരെ കൃത്യമായി അറിയാൻ പറ്റണം, അല്ലേ? അപ്പോൾ കാര്യമായ സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നതിലും കൂടെ തന്നെ, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുമ്പോൾ തന്നെ ലീഡേഴ്സും ഒരു ബേൺ ഔട്ട് ഫീലിംഗ് എന്ത് ചെയ്യാറുണ്ട്, അനുഭവിക്കാറുണ്ട്. അപ്പോൾ ദ എക്സ്ട്രീംലി ഹൈ എക്സ്പെക്ടേഷൻസ്. അപ്പോൾ മാറ്റത്തിന് താല്പര്യമില്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യും? സ്ട്രെസ് ഔട്ട് ആവും, ബേൺ ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലീഡറിനും ബേൺ ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. സിൻസ് സം ഇൻഡിവിജ്വൽസ് നാച്ചുറലി റെസിസ്റ്റ് ചേഞ്ച്, they may resist the transformation leader's vision or find it difficult to adapt to the constant changes and the challenges. കൂട്ടരെ ചില ആൾക്കാരുണ്ട്, എന്ത് നല്ല മാറ്റം കൊണ്ടുവന്നാലും ഇത് പറ്റൂല, ഇത് ശരിയാവൂല, അത് വേണ്ടായിരുന്നു, പഴയതായിരുന്നു നല്ലത്, എന്തിനായിരുന്നു, വേറെ പഴയതുപോലെ ചെയ്താൽ പോരെ. അപ്പൊ അങ്ങനെ ഒരു മനോഭാവമുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്നല്ല പ്രാപ്തമല്ല. കൂടാതെ ഇതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നെൽസൺ മണ്ടേല, the former president of South Africa, exemplified transformation leadership qualities through his vision of a democratic and non-inclusive South Africa. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വ്യക്തിയാണ് he demonstrated transformation leadership when he inspired and united millions of South Africans during the anti-apartheid movement, അല്ലേ? And is emphasized on reconciliation and forgiveness. അടുത്തത് ബാരക് ഒബാമയാണ് കൂട്ടുകാരെ, the first black president of the United States, riding on the slogan "Change we can believe in and yes we can," inspired Americans to continue their belief in democracy. Yes we can. Bridged the gap among the people of America through the promotion of inclusivity and diversity, and drove the country to affordable health care. ഒബാമ കെയർ ഇനിഷ്യേറ്റീവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിന്റെ 2 ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ 2 വ്യക്തിത്വങ്ങൾ പറയാൻ സാധിക്കുക. ബാരക് ഒബാമയും മറ്റൊന്ന് നമ്മുടെ നെൽസൺ മണ്ടേലയുമാണ്. ബാസറ്റ് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് എവിടെയാണ്? എൻവയോൺമെന്റ് ദാറ്റ് റിക്വയർ ഇന്നോവേഷൻ, adaptivity and a strong focus on personal growth. It is suited for environment that are undergoing changes such as mergers, acquisitions or reconstructing of organizations. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ. അപ്പോൾ ഇന്നവേഷൻ ആഗ്രഹിക്കുന്നിടത്ത് കൂടുതലും ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ വ്യക്തിപരമായ വളർച്ച
ഉദ്യോഗാർത്ഥികൾക്കല്ല ഉദ്യോഗസ്ഥരിൽ അങ്ങനെ വേണമെന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് അഡാപ്റ്റ് ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ മെർജിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ, അക്വിസിഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ, സ്ഥാപനത്തെ തന്നെ പുനഃസംഘടിപ്പിക്കുന്ന വേളയിലൊക്കെ, അതായത് സംഭവം എന്തോ ഒരു സെറ്റായിട്ട് പോകുന്ന ഒരു കമ്പനി, അതായത് നിലവിലെ സാഹചര്യത്തിൽ വേറെ അല്ലലൊന്നുമില്ലാതെ പ്രോഫിറ്റോട് കൂടി പോകുന്ന ഒരു സ്ഥലം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു റെസഷനിലാണ്, അല്ലെങ്കിൽ ഇപ്പോഴും മാന്ദ്യത്തിലാണ്, ഒരു പക്ഷേ കയറാൻ സാധ്യതയുണ്ട് നല്ലൊരു ലീഡർ വന്നാൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ബെറ്റർ ആയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്റ്റൈല്. സോ ഐ തിങ്ക് യു ഗെറ്റ് മീ. ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈലിനെ കുറിച്ചാണ്. ട്രാൻസാക്ഷണൽ എന്ന് പറയുമ്പോൾ തന്നെ നീ ഇത് ചെയ്താൽ ഞാൻ നിനക്കത് തരാം, ഇനി നീ ഇത് ചെയ്തില്ലേ ഞാൻ അതും കൂടി എന്ത് ചെയ്യും, ഇങ്ങനെ പിൻവലിക്കും. ഇതാണ് ലൈൻ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിന്റെ. അപ്പോൾ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് ഫോക്കസസ് ഓൺ എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ഈ കൊടുക്കൽ വാങ്ങൽ, നീ ഇത് ചെയ്താൽ ഞാൻ അത് തരാം, ചെയ്തില്ല ഞാൻ തരില്ല കേട്ടോ. അപ്പൊ നോക്കാം കൂടാതെ, ഇൻ ദിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ദ ലീഡർ മെയിൻറ്റെയിൻസ് സ്റ്റെബിലിറ്റി ആൻഡ് അച്ചീവ്സ് ഗോൾസ് ത്രൂ എ സിസ്റ്റം ഓഫ് റിവാർഡ്സ് for what you have done, punishment if you are not doing it properly. Clear ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ്. ഫോർ എനി ഗുഡ് പെർഫോമൻസ് ദ ലീഡർ പ്രൊവൈഡ്സ് റിവാർഡ്സ്. നന്നായി പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും ഫോളോവേഴ്സിന് എന്ത് കിട്ടും, റിവാർഡ്സ് കിട്ടും. എന്തൊക്കെ? ബോണസ് കിട്ടും, ഇംപ്രൂവ്ഡ് സാലറി കിട്ടും, പ്രൊമോഷൻസ് കിട്ടും, അംഗീകാരം, റിക്കഗ്നിഷൻ, അല്ലേ? എന്നാൽ while poor performance, if you are not up to the level, if you are not up to the benchmark, then you will receive punishment. എന്തൊക്കെയായിരിക്കും? ഡിമോഷൻസ് ആയിരിക്കും, വാർണിംഗ് ലെറ്റേഴ്സ് ആയിരിക്കും, റിപ്രിമെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സാലറി കട്ടായിരിക്കും, അല്ലെങ്കിൽ പിരിച്ചുവിടലായിരിക്കാം. അപ്പോൾ നീ ഇത് ചെയ്താൽ ഞാൻ തരാം, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ പിരിച്ചുവിടൽ വരെ നീ എന്ത് ചെയ്യേണ്ടി വരും, നേരിടേണ്ടി വരും. ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്റ്റൈല്, അതായത് ഒരു അക്വിസിഷൻ, മെർജർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ മാറ്റത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എങ്കിൽ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഇപ്പോൾ വളരെ നന്നായി ലാഭത്തിൽ പോകുന്ന ഒരു സെറ്റ് പാറ്റേൺ നന്നായി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഇപ്പം നിലവിലെ ഈ പെർഫോമൻസ് തന്നെ എപ്പോഴും അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉതകുന്ന അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് കുറെ കൂടി യോജിക്കുന്നത്. ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലിയർലി ഡിഫൈൻഡ് എക്സ്പെക്ടേഷൻസ്. ക്ലിയർ ആണ്. അതായത് നിലവിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഓരോ വർക്കേഴ്സും എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ടാവും, നിർവചിച്ചിട്ടുണ്ടാവും. ഈ എക്സ്പെക്ടേഷൻ എന്താണ്, ഓരോ വർക്കറും ഓരോ ഫോളോവറും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്തെങ്കിൽ അവന് റിവാർഡും, അത് ചെയ്യുന്നില്ലെങ്കിൽ അവന് പണിഷ്മെന്റും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ വ്യക്തത ഉണ്ടായിരിക്കണം എന്താണ് വർക്കേഴ്സിനെ കൊണ്ട് വേണ്ടത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ചേഞ്ചിങ് എൻവറോൺമെന്റ്. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, ഒരു അക്വിസിഷൻ, മെർജർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിസഷനിലൂടെ പോകുന്ന, എന്നാൽ ഒരുപക്ഷെ പൊക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനം വേറൊരു സ്ഥാപനത്തെ അക്വയർ ചെയ്തു, മെർജ് ചെയ്തു, അല്ലേ? അപ്പോൾ അത്രയും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് കുറെ കൂടെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് അനുയോജ്യമായത് എങ്കിൽ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ഒരു സെറ്റ് പാറ്റേൺ ഫോളോ ചെയ്ത് നന്നായി പെർഫോം ചെയ്യുന്ന, നന്നായി ലാഭത്തിൽ പോകുന്ന, പ്രത്യേകിച്ച് വലിയ അല്ലലോ മാറ്റമോ ഇല്ലാത്തൊരു സ്ഥാപനത്തിലാണ് ഈ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിലെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് വർക്കേഴ്സ് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. കാരണം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പെർഫോം ചെയ്താൽ അവർക്ക് റിവാർഡ്, പെർഫോം ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഡിഫൈൻഡ് കണ്ടിൻജന്റ് റിവാർഡ്സ് ഇൻ ലൈൻ വിത്ത് ദി എക്സ്പെക്ടേഷൻസ്. ട്രാൻസാക്ഷൻ ലീഡേഴ്സ് ഓൾസോ പ്രൊവൈഡ് വെൽ ഡിഫൈൻഡ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞതുപോലെ എന്താണ് വർക്കേഴ്സിനെ കൊണ്ട് വേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും, ഇത് ചെയ്തില്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് ഉണ്ടായിരിക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു നിർവചനം കൊടുക്കുന്നത്. എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ്. ദ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇസ് ബേസ്ഡ് ഓൺ ആൻ എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ്, എ റിവാർഡ് ഫോർ ഗുഡ് പെർഫോമൻസ് ആൻഡ് എ പണിഷ്മെന്റ് ഫോർ poor performance. നാലാമത്തത് മോണിറ്ററിംഗ് പെർഫോമൻസ്. യുവർ പെർഫോമൻസ് വിൽ ബി മോണിറ്റർഡ് അറ്റ് പീരിയോഡിക്കൽ ഇന്റർവെൽസ്.
കൃത്യമായും അതിന് ഇവാലുവേറ്റ് ചെയ്യപ്പെടും, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നീ പെർഫോം ചെയ്യുന്നതെങ്കിൽ നിനക്കൊരു സംഭവം നീ ഇത് ചെയ്തു തരണമെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യും. അതിനുവേണ്ടി നീ കൃത്യമായി റിപ്പോർട്ട്സ് എല്ലാം തരേണ്ടി വരും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ നിന്റെ പെർഫോമൻസ് വാല്യൂ ചെയ്തതിന് ശേഷം നിനക്ക് പണിഷ്മെന്റ് ആണോ തരേണ്ടത്, റിവാർഡാണോ തരേണ്ടത് എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് നിന്നെ കൊണ്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തമായ നിർവചനം ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിനക്ക് പണിഷ്മെന്റ് ആണോ റിവാർഡ് തരേണ്ടത് തീരുമാനിക്കുന്നത്. ഇതൊരു എക്സ്ചേഞ്ച് ടൈപ്സ് കാര്യമാണ്. നാലാമത്തേത് നിന്റെ പെർഫോമൻസ് കൃത്യമായി ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നതായിരിക്കും, മോണിറ്റർ ചെയ്യപ്പെടുന്നതായിരിക്കും. ഗോൾ ഓറിയന്റഡ്, ദിസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഈസ് ഫോക്കസ്ഡ് ഓൺ അച്ചീവിംഗ് ഗോൾസ്. കൃത്യമായി എന്താണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്താണ് ലക്ഷ്യം, എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ബോധ്യം ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. അടുത്ത കൂട്ടുകാരെ നോക്കാം. കൂട്ടുകാരെ അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്തൊക്കെയാണ് നോക്കാം. ക്ലിയർ എക്സ്പെക്ടേഷൻസ്, എന്താണ് വർക്കർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം വർക്കറിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് നൽകിയിട്ടുണ്ടായിരിക്കും. Okay, transaction leadership set specific goals and performance standards, providing clarity to their followers about what is expected of them. എന്താണ് നിങ്ങളിൽ നിന്നും വേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കൊടുത്തിട്ടുണ്ടായിരിക്കും. അടുത്തത് ഇറ്റ് ഹെൽപ്സ് ദ ഫോളോവേഴ്സ് ആൻഡ് ടീം മെമ്പേഴ്സ് ടു നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദം ഇൻ ക്ലിയർ ടേംസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സവിശേഷത തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജും. എന്താണ് ഇപ്പോൾ മാനേജറിനെ സംബന്ധിച്ച്, ലീഡറിനെ സംബന്ധിച്ച് എന്താണ് തന്റെ വർക്കേഴ്സ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. ദിസ് ലീഡർഷിപ്പ് അപ്രോച്ച് പ്രൊമോട്ട്സ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ബൈ എംഫസൈസിങ് അഡിയറൻസ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ബൈ എംഫസൈസിങ് അഡിയറൻസ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഓൾറെഡി ദിസ് പ്രൊസീജിയർ ഇസ് സെറ്റ്, ഓൾറെഡി ദ സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നീ എന്താണ് നിന്നിൽ നിന്നും വേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അത് നീ എനിക്ക് ചെയ്തു തരിക. ദിസ് വിൽ ആക്ച്വലി പ്രൊമോട്ട്സ് വാട്ട്, എഫിഷ്യൻസി. ടൈം ബൗണ്ടായിട്ട് നീ അത് ചെയ്യേണ്ടി വരും അല്ലേ. നീ പറഞ്ഞതുപോലെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അത് നീ ചെയ്യേണ്ടി വരും, കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് അത് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടീം മെമ്പേഴ്സ് എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഉദാഹരണം കൊടുത്തിട്ടുണ്ടായിരിക്കും. അടുത്തൊരു കൂട്ടരെ ഗോൾ അച്ചീവ്മെന്റ്. ദിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് ഓൺലി ഫോക്കസ്ഡ് ഓൺ അച്ചീവിംഗ് ഗോൾസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വ്യക്തിപരമായ ഗോൾസോ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒന്നും ഇവിടെ ഉദ്ദേശിക്കുന്നതില്ല. നീ ഇത് ചെയ്താൽ അത് ഞാൻ നിനക്ക് തരാം, നീ ചെയ്യില്ലെങ്കിൽ നിനക്ക് തരൂല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് അവന് കൃത്യമായി അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം അവന്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അവനെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിച്ച് സ്ഥാപനത്തിന്റെ ലക്ഷ്യം കൃത്യമായി നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാനേജർ പരിശ്രമിക്കുന്നത്. ക്വിക്ക് ഡെസിഷൻ മേക്കിംഗ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സെറ്റ് പാറ്റേൺ ഉള്ള, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് ഉള്ള, ഓൾറെഡി നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൽ ആണ് ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കുറെ കൂടെ എന്തുണ്ടാവും, ഒരു വ്യക്തത ഉണ്ടാവും. മീൻസ് കുറെ കൂടെ എളുപ്പമാണ് അവിടെ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ലീഡേഴ്സ് മേക്ക് ഡിസിഷൻസ് എഫിഷ്യൻ്റ്ലി റിലൈങ് ഓൺ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. വീണ്ടും നിങ്ങൾക്ക് ആ വാക്ക് ശ്രദ്ധിക്കാൻ പറ്റും, റിലൈങ് ഓൺ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ് ആൻഡ് സിസ്റ്റം. അപ്പൊ ഔട്ട് ഓഫ് ദി ബോക്സ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരുന്നില്ല, ആലോചിക്കേണ്ടി വരുന്നില്ല, ഇന്റലക്ച്വലി ക്രിയേറ്റീവായിട്ട് അങ്ങനെ ആലോചിച്ച് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. ക്വിക്കായിട്ട്, കാരണം ദ പ്രൊസീജിയർ ഈസ് സെറ്റ്. യു ഹാവ് എ ക്ലിയർ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വാട്ട് യു ഹാവ് ടു ഡു, എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിൽ എളുപ്പമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കമ്പയറിങ്, തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിൽ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം വർക്കേഴ്സിനെയും കൊളീഗ്സിനെയും ഒക്കെ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി അവരെ കൂടി കണക്കിലെടുത്തിട്ട് വേണം തീരുമാനം എടുക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാൻ കൂടാതെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് കൂടാതെ. ലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി. കാരണം വർക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഒരു ഇവിടെ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ അറിയാം. അത് ടൈം ബൗണ്ടായിട്ട് ചെയ്തു കൊടുക്കുക. വലിയ മല ഇത് മറിക്കാനൊന്നുമില്ല. മാത്രമല്ല ഔട്ട് ഓഫ് ദി ബോക്സ് സൊല്യൂഷൻ കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ക്രിയേറ്റിവിറ്റിക്കും നിന്റെ ഇന്റലക്ച്വലിന് ഇവിടെ ഒരു സ്ഥാനവുമില്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ അത് ഉപയോഗിച്ച് നിനക്ക് ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്താൽ ഒരുപക്ഷെ നിനക്ക് എന്താ അച്ചീവ് ചെയ്യാം, ഇൻസെന്റീവ് കിട്ടുമെന്നല്ലാതെ ഈ നിന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഇവിടെ കാര്യമായ എന്തൊന്നുമില്ല, ഒരു സാധ്യതയൊന്നുമില്ല. ഇപ്പൊ 600 ഇന്നിപ്പോ എന്താ ഒരു ബജാജ് ഫിനാൻസിലെ ഒരാളെ ഒരു കോളർ എടുത്ത് പറയുകയാണ്, ഇന്നിപ്പോ 10 പേരെ എടുത്ത് വിളിക്കുക.
ഈ ഏൽപ്പിക്കുന്ന ആൾക്കറിയാം 10 പേരെ വിളിക്കുന്ന സമയത്ത് 2 പേരെങ്കിലും എന്ത് ചെയ്യും, ഈ ലോൺ എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഈ മാനേജർക്ക് അറിയാം. അപ്പോൾ 10 പേരെ വിളിച്ചാൽ അത് മതി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഡിസ്കറേജസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ആസ് ദ ഫോക്കസ് ഇസ് പ്രൈമർലി ഓൺ മീറ്റിംഗ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദ പ്രൊസീജിയർ ഇസ് സെറ്റ്, ദ സ്റ്റാൻഡേർഡ് ഇസ് സെറ്റ്, യു ജസ്റ്റ് വാണ്ട് ടു ഡു ഇറ്റ് അക്കോർഡിംഗ്ലി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ലാക്ക് ഓഫ് ലോങ് ടേം മോട്ടിവേഷൻ. കൂട്ടുകാരെ, ഇത് ചെയ്താൽ അത് കിട്ടും, അത് ചെയ്തില്ലെങ്കിൽ അത് കിട്ടൂല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറെ കൂടെ കഴിയുമ്പോൾ നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വൈകുന്നേരത്തെ കൂലിക്ക് വേണ്ടി, അതല്ലാതെ ആ ജോലിയിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരു ലോങ് ടേം മോട്ടിവേഷൻ എന്നതിന് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഇല്ലല്ലോ, ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലല്ലോ. അപ്പൊ ലോങ് റണ്ണിൽ തീർച്ചയായിട്ടും ഒരു മുരടിപ്പൊക്കെ തോന്നാനായിട്ട് എന്തുണ്ട്, സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് ലോങ് ടേം മോട്ടിവേഷൻ. ദ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ട്രാൻസാക്ഷൻ ലീഡേഴ്സ് മേ പ്രൈമർലി ഫോക്കസ് ഓൺ ഷോർട്ട് ടേം ഗോൾസ്. കൃത്യമായി പൊട്ടൻഷ്യലി ലീഡിങ് ടു ദി ലാക്ക് ഓഫ് സസ്റ്റെയിൻഡ് മോട്ടിവേഷൻ എമംഗ് ഫോളോവേഴ്സ് ഇൻ ദി ലോങ് ടേം. കുറച്ച് നാളൊക്കെ അവരെ കൊണ്ട് കൃത്യമായി പട്ടികളെ പോലെ എന്ത് ചെയ്യാൻ പറ്റും, പണിയെടുപ്പിക്കാം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ അവർക്കൊരു വളർച്ച ഉണ്ടാകുന്നില്ല, ലൈക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അവനെ അടുത്ത ലെവലിലേക്ക് കയറ്റാനായിട്ടുള്ള ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല. നീ ഇത്ര കാലം പെർഫോം ചെയ്ത് നിനക്ക് ഇത്ര സാലറി കിട്ടിക്കൊണ്ടിരിക്കും, നിനക്ക് അവിടെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അത് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ എവിടെ നിന്ന് പറഞ്ഞു വിടും, പകരം നിന്നെ പോലെ മാട് തീർക്ക് പണിയെടുക്കുന്ന വേറൊരാളെ ഞാൻ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അടുത്തത് ഇൻഫ്ലെക്സിബിലിറ്റി ആൻഡ് ലിമിറ്റഡ് അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച്. ട്രാൻസാക്ഷൻ ലീഡേഴ്സ് മേ സ്ട്രഗിൾ ടു അഡാപ്റ്റ് ടു റാപ്പിഡ്ലി ചേഞ്ചിങ് എൻവറോൺമെന്റ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓർ അൺഎക്സ്പെക്ടഡ് ചലഞ്ചസ്. വൈ? ബിക്കോസ് അവര് ഈ ദിസ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇത് ചെയ്താൽ അത് കിട്ടും, അവർക്ക് അതേ അറിയാവൂ. അതല്ലാതെ ഒരു അപരിചിതമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ വർക്കേഴ്സിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കണമെന്നോ ഒരു അവസരത്തെ എങ്ങനെ എൻകാഷ് ചെയ്യണമെന്നോ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ലീഡേഴ്സിന് ഒരു പക്ഷേ അത്ര പരിമിതി ഉണ്ടായിരിക്കും അവർക്ക് ആ കാര്യങ്ങളിൽ. കാരണം അവരങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചിട്ടോ അവരെങ്കിലും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. സോ അവർക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു സെറ്റായിട്ടുള്ളൊരു സ്ഥാപനം, വലിയ നല്ലതായിട്ട് ലാഭത്തിൽ പോകുന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കറിയാം. അതല്ലാതെ ഒരു ചേഞ്ചോ ചലഞ്ചോ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എന്ത് സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് അവർക്കൊരു വ്യക്തമായ ധാരണ ഇല്ലാതെ വരും. കൂടാതെ എക്സാമ്പിൾസ് ഫോർ ട്രാൻസാക്ഷൻ ലീഡേഴ്സായിട്ട് കാണിക്കുന്നത് ബിൽ ഗേറ്റ്സിനെയും അതുപോലെ തന്നെ ഏഞ്ചല മെർക്കലിനെയൊക്കെയാണ്. ബിൽ ഗേറ്റ്സ് നിങ്ങൾക്കറിയാം കോ ഫൗണ്ടർ ഓഫ് സോഫ്റ്റ്വെയർ ജെയിൻ മൈക്രോസോഫ്റ്റ് ആണ്. ഹി എക്സിബിറ്റഡ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ബൈ സെറ്റിംഗ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. എന്താണ് വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗോൾ അച്ചീവ് ചെയ്യാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. ആൻഡ് റിവാർഡിംഗ് ദി അച്ചീവ്മെന്റ് ഓഫ് ദീസ് ഗോൾസ്. അവരത് ലക്ഷ്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ തിരിച്ചു ഇത് കൊടുക്കുന്നതായിരിക്കും. ഏഞ്ചല മെർക്കൽ ദ ഫോമൽ ചാൻസലർ ഓഫ് ജർമ്മനി ഇസ് നോൺ ഫോർ ദ പ്രാക്ടിക്കൽ ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോക്കസിംഗ് ഓൺ അച്ചീവിംഗ് സ്പെസിഫിക് ഗോൾസ് ത്രൂ കൺസെൻസസ് ബിൽഡിംഗ് ആൻഡ് നെഗോഷിയേറ്റിംഗ് വിത്ത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. വീണ്ടും ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലൂടെ ഏഞ്ചല മെർക്കൽ. ഇനി ഇതെവിടെയാണ് കൂടുതലും സ്യൂട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ എൻവറോൺമെന്റ്സ് ദാറ്റ് റിക്വയർ ക്ലിയർ സ്ട്രക്ചർ, ഹാവ് വെൽ ഡിഫൈൻഡ് പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇൻവോൾവ് ഗോൾ ഓറിയന്റഡ് ടാസ്ക്. പുതുതായിട്ടൊരു മാറ്റം ഒരുപാടൊന്നും വരേണ്ടിടാത്ത, അങ്ങനെ ഒരു വലിയ മാറ്റമൊന്നും കൊണ്ടുവരണ്ട. അവിടെ പ്രൊസീജിയർ സെറ്റാണ്, ഇപ്പം നന്നായിട്ട് ലാഭത്തിലാണ് പോകുന്നത്. അപ്പം അതിനൊന്ന് എന്ത് ചെയ്താൽ മതി, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മതി. അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതലും നമുക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ തന്നെയാണ്. ക്ലിയർ ആണ്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫിറ്റ് ഫോർ സ്റ്റേബിൾ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻ. കോംപ്ലിയൻസ് ഇന്റൻസീവ് ഇൻഡസ്ട്രി സച്ച് ആസ് ദീസ് ഇൻ ഹെൽത്ത് കെയർ, അല്ലെ, മെഡിക്കൽ റെപ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ, പെർഫോമൻസ് ഡ്രിവൺ ആൻഡ് റിസൾട്ട്സ് ഓറിയന്റഡ് എൻവറോൺമെന്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് ലൈക്ക് ഇപ്പൊ പറഞ്ഞ നമ്മുടെ മെഡിക്കൽ റെപ്പ് ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കും. അത്തരത്തിലുള്ള വ്യവസായങ്ങളിലും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എൻവറോൺമെന്റുകളിലാണ് നമുക്കിത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് നമുക്ക് സ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. കൃത്യമായി ഗോൾ ഓറിയന്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് അവരെ കൊണ്ട് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ചിത്രം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ റിവാർഡ്സ് പണിഷ്മെന്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. ഒരു ട്രാൻസാക്ഷണൽ ഒരു എക്സ്ചേഞ്ച് ടൈപ്പ്
ടൈപ്പ് ആണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ക്ലിയർ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഗോൾ അച്ചീവ്മെന്റ് നടക്കും. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഓക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലാത്തൊരിടത്ത് തീർച്ചയായിട്ടും നമുക്ക് ഡിസിഷൻ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിസഡ്വാൻറ്റേജ് ലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി, ലാക്ക് ഓഫ് ലോങ് ടേം മോട്ടിവേഷൻ, ഇൻഫ്ലെക്സിബിലിറ്റി ആൻഡ് ലിമിറ്റഡ് അഡാപ്റ്റബിലിറ്റി ആണ്. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടുള്ള പ്രൊസീജിയറുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്ഥാപനത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ എന്താവുന്നത്, സ്യൂട്ട് ആവുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലെ? കോംപ്ലയൻസ് ഇന്റൻസീവ് ഇൻഡസ്ട്രീസ്, അതായത് ഇത്തരത്തിൽ ഇൻസെന്റീവ് ഒക്കെ കൂടുതൽ വേണ്ടി വരുന്ന വ്യവസായങ്ങളിൽ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് കൂടുതലും ഇത് ആവശ്യമായി എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലീഡർഷിപ്പ് സ്റ്റൈലിലേക്ക് പോകും. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ നോക്കാം. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ഓൾസോ നോൺ ആസ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്, ഈസ് എ ലീഡർഷിപ്പ് സിസ്റ്റം ഇൻ വിച്ച് ദ ലീഡർ ഹോൾഡ്സ് ആബ്സല്യൂട്ട് പവർ. ആബ്സല്യൂട്ട് പവർ നമ്മൾ പറയാം. ഒരു അതോറിറ്റേറിയൻ മുൾമുനയിൽ പേടിപ്പിച്ച് നിർത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ പറയില്ലേ? പേടിപ്പിച്ച് നിർത്തി കാര്യങ്ങൾ ചെയ്യുന്നു, വിരട്ടി ചെയ്യുന്നു, പേടിപ്പിച്ച് ചെയ്യുന്നു, ചെയ്തില്ലെങ്കിൽ കൊന്നോളെന്ന് പറയുന്നു, വഴക്ക് പറയുന്നു, ഇടിക്കുന്നു, കൊന്നോളയും ചെയ്തില്ലെങ്കിൽ. ഇതാണല്ല ആരുടെ? അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈലിന്റെ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അവിടെ ഈ ഫോളോവേഴ്സിന് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. ബോസ് പറയുന്ന പോലെ എന്ത് ചെയ്യുക. ശമ്പളം കിട്ടുന്നില്ലെന്നല്ല, ശമ്പളമൊക്കെ ഉണ്ട്. അല്ലാതെ ഇത് ചെയ്താൽ അത് കിട്ടും എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ഇത് ചെയ്യണം, ചെയ്താൽ നിനക്ക് ശമ്പളമുണ്ട്. ശമ്പളം കിട്ടുന്നില്ല, പക്ഷെ ഈ ചെയ്യുന്നത് ബോസ് പറയുന്ന പോലെ ചെയ്യണം, ബോസ് പറയുന്നത് പോലെ ഇരിക്കാവൂ, ബോസ് പറയുന്ന പോലെ നിൽക്കാവൂ, ബോസ് പറയുന്ന പോലെ ഫയൽ വെക്കാവൂ. അല്ല സാർ ഇത് ഇങ്ങനെ നന്നായിരിക്കും, അത് നിന്റെ കയ്യിരുന്നാൽ ബോസ് പറയും അതുപോലെ ചെയ്താൽ മതി. അല്ല സാർ അത് അങ്ങനെ ചെയ്താൽ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലേ, നീ അതുപോലെ ചെയ്താൽ മതി, കൂടുതൽ സംസാരമൊന്നും വേണ്ട. അതായിരിക്കും ലൈൻ ഈ പറഞ്ഞ പോലെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ. നോക്കാം കൂടാതെ, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ഓൾസോ നോൺ ആസ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്, ഈസ് എ ലീഡർഷിപ്പ് സിസ്റ്റം ഇൻ വിച്ച് ദ ലീഡർ ഹോൾഡ്സ് ആബ്സല്യൂട്ട് പവർ ആൻഡ് മേക്സ് ഡിസിഷൻസ് വിത്തൗട്ട് എനി ഇൻപുട്ട് ഫ്രം ദി ഫോളോവേഴ്സ്. സാർ അത് നന്നായിരിക്കും, സാർ നിന്റെ കയ്യിൽ ഇരുന്നാൽ മതി, നീ നിനക്ക് ജോലി ചെയ്യുന്നതിന് ഞാൻ കൃത്യമായിട്ട് എന്ത് തരുന്നുണ്ട്, ശമ്പളം തരുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ ചെയ്യുക, അതിന് ഞാൻ നിനക്ക് ശമ്പളം തരും. കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഓക്കെ. ഹി വിൽ നോട്ട് ടേക്ക് എനി ഇൻപുട്ട് ഫ്രം ദി ഫോളോവേഴ്സ്. ഹി ഹോൾഡ്സ് ആബ്സല്യൂട്ട് പവർ. അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്. The leader exercise full control over the decision making. He exercise full control over the decision making process and typically expect strict compliance from the subordinates. അയാളുടെ നിർവൃതി എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് അതേപടി ഓംബ്ര എന്ന് പറഞ്ഞതുപോലെ അനുസരിക്കുന്ന വ്യക്തികളെ അയാൾ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓംബ്ര, മനസ്സിലായില്ലേ? ക്ലിയർ ആണ്. ഹി എക്സസൈസ് ഫുൾ കൺട്രോൾ ഓവർ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ടിപ്പിക്കലി എക്സ്പെക്ട് സ്ട്രിക്ട് കംപ്ലയൻസ് ഫ്രം ദി സബോർഡിനേറ്റ്സ്. ഓംബ്ര ഓ ചെയ്തോളാം. ക്ലിയർ ആണെന്ന് നോക്കുന്നു. The autocratic leader gives orders which he insists shall be obeyed. He insists these orders shall be obeyed. ഇത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. വരായി അതൊന്നും എനിക്കറിയണം, നിങ്ങളിത് ചെയ്തേ പറ്റൂ. Autocratic leader makes his subordinates act as he directs. മൂപ്പര് പറയുന്ന പോലെ ചെയ്തോണം. And he does not permit them to influence his decision. He does not permit his followers to influence his decision. തന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ അയാൾ എന്ത് ചെയ്യൂല? സബോർഡിനേറ്റ്സിനെ അനുവദിക്കില്ല. He assumes that people basically dislike work and are working for money. നിങ്ങൾ ശമ്പളത്തിനല്ലേ ഇവിടെ ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ എന്റെ പേടി കൊണ്ടിട്ടില്ല, ഞാനിങ്ങനെ മുരട്ടണം കൊണ്ടല്ലേ നിങ്ങൾ ജോലി ചെയ്യണത്. ഇതാണ് അയാളുടെ വിചാരം. മനസ്സിലായില്ലേ? ജോലി എന്ന് പറയുന്നത് ഇയാൾക്ക് മാത്രം ഇഷ്ടമുള്ള കാര്യമാണ്, ബാക്കി എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാര്യം എന്നാണ് ഇയാളുടെ സങ്കല്പം. മനസ്സിലായില്ലേ? ഇതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ ഒരു പ്രത്യേകത. ഹി അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ബേസിക്കലി ഡിസ്ലൈക്ക് വർക്ക് ആൻഡ് ദേ ആർ വർക്കിംഗ് ഫോർ മണി. മനസ്സിലായില്ലേ? അടുത്തത്, സോ ഹി ടൈറ്റ്സ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓവർ ഹിസ് സബോർഡിനേറ്റ്സ്. അതുകൊണ്ട് ഇയാൾ ഇങ്ങനെ പിഴുങ്ങി വലിയ മുൻവിധിയാണ് ഇയാൾക്ക്. മൂപ്പർക്ക് മാത്രമേ ജോലി ചെയ്യാൻ താല്പര്യമുള്ളൂ, ബാക്കി സബോർഡിനേറ്റ്സിലെല്ലാം കളിക്കാൻ വന്നിരിക്കുന്നവരാണ്.
വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ശമ്പളം കിട്ടിക്കൊണ്ട് പോകണം, അല്ലാതെ കമ്പനിയെ കുളം തോണ്ടാൻ വേണ്ടി വരുന്നവരാണ്, അവർക്ക് ജോലി യാതൊരു താല്പര്യം ഇല്ല എന്നുള്ളതാണ് അയാളുടെ ലൈൻ. സോ അയാൾ ടൈറ്റ് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു. വൈ? ബിക്കോസ് ഹിസ് സബോർഡിനേറ്റ്സ് ഡോണ്ട് ലൈക്ക് ടു വർക്ക്. സോ ഞാനത് ലൂസ് ചെയ്താൽ, ഞാൻ അവരെ പേടിപ്പിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യില്ല എന്നുള്ളതാണ് മൂപ്പരുടെ ലൈൻ. നോക്കാം അടുത്തത്. He determines policies of the group without consulting them and doesn't give detailed information about future plans. കൂടാതെ ഒരു പക്ഷേ ഇന്ന് ഇത്ര കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച്, ഇന്നിപ്പോൾ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ധാരണ കൊടുക്കുമായിരിക്കും. ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നാളെ നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ കാര്യമില്ല. നിന്നെ കൊണ്ട് ഇന്ന കാര്യം ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇത് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്ന് കൂടി പറഞ്ഞാൽ അവർക്ക് മോട്ടിവേഷൻ കൂടിയാണ്. പക്ഷേ അതോറിറ്റി ലീഡറിന്റെ വിചാരം, വൈ ഷുഡ് ഐ ഡിസ്ക്ലോസ് ദാറ്റ് ഇൻഫർമേഷൻ ടു ദി വർക്കേഴ്സ്? അതെന്തിന് ഞാൻ അവരോട് പറയണം? ഇറ്റ് ഈസ് മൈ ബിസിനസ്, ഐ ആം നോട്ട് വില്ലിംഗ് ടു ഡിസ്ക്ലോസ് ദാറ്റ്. അതാണ് ഈ മൂപ്പരുടെ ലൈൻ. He tells the group what immediate step they must take. In his style, all decision making power is centralized in the leader. കൂടാതെ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ പറഞ്ഞു. ഇത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഫുൾ പിക്ചർ ഒരിക്കലും കൊടുക്കൂല. എല്ലാം മനസ്സിലേക്ക് കാണുള്ളൂ. കാരണം അങ്ങനെ കൊടുക്കാത്തതുകൊണ്ടാണ് ഇയാൾ വിചാരിക്കുന്നത് വർക്കേഴ്സ് തുരങ്കം വെക്കും. ദേ ഡിസ്ലൈക്ക് വർക്ക്. അതാണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇൻ ദിസ് സ്റ്റൈൽ ഓൾ ദ ഡിസിഷൻ മേക്കിംഗ് പവർ ഇസ് സെൻട്രലൈസ്ഡ്. ബോസ് പറയും, അതുപോലെ കേൾക്കണം. നത്തിങ് ഈസ് ഡീസെൻട്രലൈസ്ഡ്. Autocratic leadership may be negative because followers are uninformed, insecure, and afraid of leaders' authority. They are uninformed. പറയില്ല, വ്യക്തമായ പിക്ചർ കൊടുക്കൂല. ഒരുപക്ഷെ ആ ഒരു അപകട സൂചന ഉണ്ടാവും, അതുപോലും കൊടുക്കൂല. മനസ്സിലായല്ലേ? അടുത്തത് ഇൻസെക്യൂർ. പേടി ഉണ്ടാവും, പേടി കൊണ്ട് ചെയ്യുന്നു. സാറ്റിസ്ഫാക്ഷൻ ഇല്ല ആർക്ക്? വർക്കേഴ്സിന്. കാരണം അവരുടെ ആശങ്ക എന്താണ്? എപ്പോഴും ബോസ് എന്നെ പറഞ്ഞു വിടും. ഇതാണ് അവരുടെ ആശങ്ക. അവർക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. ദേ ആർ അഫ്രൈഡ് ഓഫ് ലീഡേഴ്സ് അതോറിറ്റി. പേടിയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നോക്കാം. Such a leader can be called strict autocrat who relies on negative influences. All the commands and orders issued by him should be accepted by the subordinates without any question. Clear ആണെന്ന് വിശ്വസിക്കുന്നു. A leader is called benevolent autocrat when he is motivated, when his motivational style is positive. കൂട്ടുകാരെ, അപ്പോ ഈ പേടിപ്പിച്ച് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പരിപൂർണമായും പേടിപ്പിച്ച് വരട്ടി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിനെ ഒരു സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് എന്ന് വിളിക്കും. എന്നാൽ ഹിസ് മോട്ടിവേഷണൽ സ്റ്റൈൽ ഈസ് പോസിറ്റീവ്, കുറച്ചുകൂടെ മഹയപ്പെട്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബെനവലന്റ് ഓട്ടോക്രാറ്റ് എന്ന് വിളിക്കാവുന്നതാണ്. ഇനി ഈ ബെനവലന്റ് ഓട്ടോക്രാറ്റിന്റെ പ്രത്യേകത such a leader may use his power to disperse rewards to his group. കുറച്ചും കൂടെ ഞാൻ പറഞ്ഞല്ലോ, ബെനവലൻ, സഹാനുഭൂതിക്കാരൻ, പാവല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളു. എന്നാൽ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഈ പറഞ്ഞതുപോലെ ഫുൾ പിക്ചർ കൊടുക്കൂല, കാര്യങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഡിസിഷൻ മേക്കിംഗ് പവർ എല്ലാം സെൻട്രലൈസ്ഡ് തന്നെയാണ്. ആൻഡ് അതോറിറ്റി ഒന്നും അവർക്ക് കൊടുക്കൂല. ഹീസ് എഫക്റ്റീവ് ഇൻ ഗെറ്റിംഗ് ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്യാൻ ഡെവലപ്പ് എഫക്റ്റീവ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. ആർക്കാണ്? ഈ പറഞ്ഞ ബെനവലന്റ് ഓട്ടോക്രാറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് ഉണ്ട്. ഈസ് വൺ ഹു മേക്സ് ദ സബോർഡിനേറ്റ്സ് ഫീൽസ് ദാറ്റ് they are participating in decision making process even though he has already taken the decision. ഈ മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റിന്റെ പ്രത്യേകത, അയാളൊരു മനസ്സിലൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് വരും. എന്നിട്ട് വർക്കേഴ്സ് ഈ തീരുമാനം എടുക്കുന്നതിൽ ഭാഗമാണെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കുകയും എന്നാൽ മൂപ്പര് മനസ്സിലെടുത്ത തീരുമാനം അവരെ കൊണ്ട് ഇവഞ്ച്വലി അംഗീകരിപ്പിക്കുകയും ചെയ്യും. അവർക്ക് തോന്നും ഞങ്ങൾ ഇതിന്റെ ഭാഗമാണെന്ന്. എന്നാൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ സാധനം, ഈ ചരട് പോകുന്നത് നമ്മുടെ മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് എന്താണോ വിചാരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതിലേക്കായിരിക്കും പോകുന്നത്. ആരെന്തഭിപ്രായം പറഞ്ഞാലും ശരിയാണ്, പക്ഷെ ഇതാണ് നമുക്ക് എന്നുള്ള രീതിയിലായിരിക്കും മൂപ്പർ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സിന് തോന്നും, സബോർഡിനേറ്റ്സ് തോന്നും, they are taking part in the decision making process. But
ഫൈനലി ആര് പറയുന്നത് നടപ്പിലാകും? ബോസ് പറയുന്നത്, മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് പറയുന്നത് നടപ്പിലാവുകയുള്ളൂ. ഓക്കെ, അഡ്വാൻറ്റേജസിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ഈ പറയുന്നതുപോലെ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിന്റെ പ്രത്യേകത, ഹി റിലൈസ് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. അതായത് all the commands and orders issued by him should be accepted by the subordinates without any question. പേടിപ്പിച്ച് വിറപ്പിച്ച് അങ്ങനെ ഒരു കേസിൽ വർക്കേഴ്സിന് കുറെ കൂടെ ഇൻസെക്യൂർഡ് ആയിരിക്കും, കുറെ കൂടെ പേടിയായിരിക്കും, കുറെ കൂടെ സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. ഇനി ബെനവലന്റ് ഓട്ടോക്രാറ്റ് ഉണ്ട്, കുറച്ചുകൂടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ഒരു സാഹചര്യത്തിൽ പേടിപ്പിച്ചിട്ടല്ല, എന്നിരുന്നാൽ പോലും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊന്നും ഭാഗമാക്കില്ല. ഈ പറയുന്ന ബെനവലന്റ് ഓട്ടോക്രാറ്റ് തന്നെ തനിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. ഈ പറഞ്ഞ പോലെ റിവാർഡ്സ് ഒക്കെ അത്യാവശ്യങ്ങൾ കൊടുത്ത് അങ്ങനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്നാൽ മാനിപ്പുലേറ്റീവ് ഈ പറഞ്ഞ പോലെ ഓട്ടോക്രാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ സബോർഡിനേറ്റ്സ് കൂടി പങ്കാളികളാണെന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കുകയും എന്നാൽ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമേ അവിടെ അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിനെ മാനിപ്പുലേറ്റീവ് ലീഡേഴ്സ് അല്ല ഓട്ടോക്രാറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ബെനവലന്റ് ഓട്ടോക്രാറ്റിന് തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് സെൻട്രലൈസ്ഡ് ആയിരിക്കുന്ന, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചെടുക്കുന്ന, പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലങ്ങളിൽ പ്രൊഡക്ടിവിറ്റി അത്യാവശ്യം കൂടുതലായിരിക്കും. കാരണം ഹി മെയിൻറ്റെയിൻസ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിസ് ഫോളോവേഴ്സ്. ഈവൻ തോ ആ ഫോളോവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ഒന്നും കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ പോലും, അവർക്ക് ക്രിയേറ്റീവായിട്ട് വളരാനൊരു സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ പോലും പേടിയില്ല. എന്നിരുന്നാലും മുതലാളി ഞങ്ങളെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കാൻ ഈ ബെനവലന്റ് ഓട്ടോക്രാറ്റിനെ പറ്റും. പക്ഷെ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിന്റെ കാര്യത്തിൽ അവനെയും സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വർക്കേഴ്സിനെ കൊണ്ട് നേടിയെടുക്കും. പേടിപ്പിച്ച് വിരട്ടി അല്ലെങ്കിൽ കൊന്നുകളയെന്ന് പറഞ്ഞ്, മീൻസ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞ്, അത് ടെർമിനേറ്റ് ചെയ്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്തത് ഞാൻ പറഞ്ഞത് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് ആണ്. 3 വളരെ വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തൊരു അഡ്വാൻറ്റേജസ് ആണ്, ഇറ്റ് പെർമിറ്റ്സ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ഈ പറഞ്ഞതുപോലെ ഒരു ഓട്ടോക്രാറ്റിന്റെ 4 പേരെടുത്ത് ചോദിക്കുന്നു വേണ്ട ഒരു തീരുമാനം എടുക്കാൻ, അയാൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നു. അതാണ് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, താൻ എടുക്കുന്ന തീരുമാനം ചോദ്യമൊന്നും കൂടാതെ എന്ത് ചെയ്യപ്പെടണം? അംഗീകരിക്കപ്പെടണം. ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രോങ് മോട്ടിവേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ടു ദി ലീഡർ. താൻ എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്നു. എല്ലാവരും ഓ ഒമ്പ്രാ തമ്പ്രാ കിടിലം തന്നെ തമ്പ്രാ, അയാൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു. ലെസ് കമ്പീറ്റന്റ് സബോർഡിനേറ്റ്സ് ആർ നീഡഡ് അറ്റ് ലോവർ ലെവൽസ്. കൂടാതെ ഇവിടെ ഈ വലിയ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ വലിയ കിടിലങ്ങളായിട്ടുള്ള വർക്കേഴ്സ് ഇവിടെ പറ്റൂല. അങ്ങനെയുള്ളവർക്ക് ഇവിടെ പിടിച്ചു ചെയ്യാൻ പറ്റില്ല. അതായത് സ്വന്തം നിലയിൽ എന്തെങ്കിലും ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കൊണ്ടുപോകണമെന്ന് ആത്മനിർവൃതിയോടുകൂടി അങ്ങനെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമല്ല ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ദിസ് മേ യീൽഡ് പോസിറ്റീവ് റിസൾട്ട്സ് വെൻ ഗ്രേറ്റ് സ്പീഡ് ഇസ് റിക്വയർഡ്. ഇവരെ കൊണ്ട് മെഷീൻ പണിയെടുക്കുന്നത് പോലെ പണിയെടുപ്പിക്കാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെയധികം സ്യൂട്ടഡ് ആണ്. അടുത്തത് ഡിസഡ്വാൻറ്റേജസ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്റ്റ് അമംഗ് സബോർഡിനേറ്റ്സ്. ഇവനെ കൊന്നു കുഴിച്ചു മൂടണമെന്നായിരിക്കും ആർക്ക് തോന്നുന്നത്? ഈ പറഞ്ഞതുപോലെ വർക്കേഴ്സിന് തോന്നുന്നത്. സബോർഡിനേറ്റ്സ് ഹെസിറ്റേറ്റ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ്. എന്തെങ്കിലും ഒരു അസ്വാഭാവികമായ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വർക്കേഴ്സ് അവർ വെയിറ്റ് ചെയ്യും. ദേ വോണ്ട് ബി വില്ലിംഗ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. നോ. വൈ? ബിക്കോസ് അവർക്ക് പേടിയാണ്. ആരെ? ലീഡറിനെ പേടിയാണ്. ലീഡർ വരട്ടെ, വെയിറ്റ് ചെയ്യും. കാരണം അപ്പൊ ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എൻകാഷ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം അവർ ഡിസിഷൻ എടുക്കാൻ താല്പര്യം കാണിക്കില്ല. കാരണം അവർക്ക് ഉത്തരവാദിത്തം എടുക്കാൻ വയ്യ, പേടിയാണ്. മനസ്സിലായില്ലേ? അടുത്തത്, ദ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് സബോർഡിനേറ്റ്സ് കുഡ് നോട്ട് ബി യൂട്ടിലൈസ്ഡ്. തീർച്ചയായിട്ടും. അടുത്തത്, സബോർഡിനേറ്റ്സ് ഗെറ്റ് നോ ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും അവരെ പട്ടിക്ക് കാണുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ കാണുന്നത്. സോ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ കണ്ടത്. ഓട്ടോക്രാറ്റ് എന്ന് പറയുന്നത് പോലെ അയാൾ വലിയ സൈക്കോ അല്ലെങ്കിലും ചെറിയൊരു സൈക്കോ ആയിരിക്കും. ഓക്കെ, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ പ്രത്യേകത ഇത് ലീഡർ അതോറിറ്റി ലീഡർ, ഹി ഹോൾഡ്സ് അബ്സല്യൂട്ട് പവർ ആൻഡ് ഹി മേക്സ് ദ ഡിസിഷൻ വിത്തൗട്ട് എനി ഇൻപുട്ട് ഫ്രം ദി ഫോളോവേഴ്സ്. അടുത്തത്, ഹി വിൽ ഹാവ് ഫുൾ കൺട്രോൾ ഓവർ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇനി അയാളുടെ സബോർഡിനൻസ് അയാൾ അതിന്റെ സബോർഡിനൻസ് എന്ന് ആഗ്രഹിക്കുന്നത് സ്ട്രിക്റ്റ് കംപ്ലയൻസ് ആണ്, വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ. ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചോദ്യം കൂടാതെ എന്ത് ചെയ്യപ്പെടണം? ഒബേ ചെയ്യപ്പെടണം. അതിൽ നിന്നും കിട്ടുന്ന ഒരു ആത്മനിർവൃതിയാണ് ഇയാളെ സംബന്ധിച്ച് വലിയ കാര്യം. ഓക്കെ, ഈ വിചാരിക്കുന്നത് വർക്കേഴ്സ് ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് വലിയ വർക്ക് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരെ അടിച്ച് പണിയെടുപ്പിച്ച് പേടിപ്പിച്ച് ജോലി ചെയ്യിപ്പിച്ചെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ കണ്ടു ഈ പറഞ്ഞതുപോലെ തീരുമാനമൊന്നും എടുക്കുന്നില്ല, സെൻട്രലൈസ്ഡ് ആണ്, കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ്
ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലുണ്ട്. നെഗറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, പേടിപ്പിച്ച്, വളരെയധികം പേടിപ്പിച്ച് ഫയർ ചെയ്ത് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് എന്ന് വിളിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പരിപൂർണമായും തന്റെ ഓർഡേഴ്സ് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യപ്പെടും, അനുസരിക്കപ്പെടും. ശരിയാണ്. പക്ഷെ ഇത് ദീർഘകാലം മുന്നോട്ട് പോകാനൊക്കെ വളരെ പരിമിതമായ സാഹചര്യമാണ് അവിടെ ഉള്ളത്. അടുത്തത് ബെനവലന്റ് ഓട്ടോക്രാറ്റ് ആണൊക്കെ ഉണ്ടെങ്കിൽ ഹിസ് മോട്ടിവേഷണൽ സ്റ്റൈൽ കുറെ കൂടെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അവിടെ അയാൾ കുറെ കൂടെ വ്യക്തിബന്ധം സ്ഥാപിക്കും, കുറച്ചും കൂടെ ലിബറൽ ആയിരിക്കും. പേടിപ്പിച്ച് അങ്ങനെയൊന്നുമല്ല, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊന്നും ഭാഗമാക്കില്ല എങ്കിൽ പോലും കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ പറഞ്ഞത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, അതായത് ഈ 3 ബെനവലന്റ്, മാനിപ്പുലേറ്റീവ്, സ്ട്രിക്റ്റ്, അതിൽ പ്രൊഡക്ടിവിറ്റി ഒരു അല്പം കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ ബെനവലന്റ് ഓട്ടോക്രാറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലിൽ തന്നെയായിരിക്കും. അടുത്തൊരു മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് ഞാൻ പറഞ്ഞു, ഈ വർക്കേഴ്സ് ഇതിന്റെ ഭാഗമാണെന്ന് തോന്നുമെങ്കിലും വർക്കേഴ്സിനെ ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പങ്കാളികളായിട്ട് എന്ത് ചെയ്യില്ല, എടുക്കുന്നതായിരിക്കില്ല. മീൻസ് അവർക്ക് തോന്നും, പക്ഷെ ഈ പറഞ്ഞതുപോലെ മുതലാളി തീരുമാനിച്ചുറപ്പിച്ച കാര്യം മാത്രമേ അവിടെ എന്ത് ചെയ്യപ്പെടുകയുള്ളൂ, നടപ്പിലാക്കുകയുള്ളൂ. അഡ്വാൻറ്റേജസ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, സ്ട്രോങ് മോട്ടിവേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കണ്ടു. ലെസ് കമ്പീറ്റൻസ് സബോർഡിനേറ്റ്സ് ആർ നീഡഡ് അറ്റ് ലോവർ ലെവൽസ്. വലിയ ക്വാളിറ്റി ഉള്ളവരൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് മാട് കിടക്ക് പണിയെടുപ്പിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തോളൂ, നടപ്പിലാക്കിക്കൊള്ളും. കൂടാതെ വളരെയധികം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ നമുക്കിത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറെ കൂടെ മിലിറ്ററി റൂൾസ് അല്ലെങ്കിൽ പോലീസ്, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കുറെ കൂടെ ഈ പറഞ്ഞ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫ്രസ്ട്രേഷൻ ഡിസഡ്വാൻറ്റേജസ് ആണ്. The subordinates will not be they are hesitant to take responsibility and initiative. Full potential of subordinate could not be utilized. Subordinate get no opportunity for development. ഇത് കുറെ കൂടെ നടപ്പിലാക്കാൻ സാധ്യതയുള്ളത് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിലാണ്, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ വലിയ ഡിസിപ്ലിൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഈ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ലീഡർഷിപ്പിന്റെ 2ാമത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 3 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലേജ് നമ്മൾ അവിടെ പരിചയപ്പെട്ടു, പഠിച്ചു, മനസ്സിലാക്കി. അതിനെ അനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ആഴത്തിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ റിലൈസ് ഓൺ എ സിസ്റ്റം ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് അച്ചീവ് ഗോൾസ്. ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഈ പറഞ്ഞതുപോലെ ദിസ് ഫോർ ദാറ്റ്, ഇത് ചെയ്താൽ അത് കിട്ടും, അത് ചെയ്തില്ലെങ്കിൽ അത് കിട്ടില്ല എന്ന തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ? ട്രാൻസ്ഫോർമേഷണൽ ആണോ? അല്ല. ഓട്ടോക്രാറ്റിക് ആണോ? അല്ല. ട്രാൻസാക്ഷണൽ ആണോ? അതെ, അതിലാണ്. ട്രാൻസാക്ഷനാണ് ദിസ് ഫോർ ദാറ്റ് എന്ന രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ വരുന്നത്. A leader who is empathetic and inspires followers to achieve exceptional performance by creating a vision is known as. എംപത്തൈസ് ചെയ്തുകൊണ്ട്, ഇൻസ്പയർ ചെയ്തുകൊണ്ട്, തൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് എപ്പോഴും ലിമിറ്റുകളെ പുഷ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ കൂട്ടത്തിൽ ട്രാൻസ്ഫോർമേഷണൽ ലീഡറാണ്. ആൻഡ് യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ ഡസ് ദ ലീഡർ ഹോൾഡ് അബ്സല്യൂട്ട് പവർ ആൻഡ് മേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് എനി ഇൻപുട്ട് ഫ്രം ഫോളോവേഴ്സ്? ബോസ് പറയും, അതുപോലെ കേട്ടാ മതി. നോ ചോദ്യം, കേട്ടാ, വേറെ സംസാരമൊന്നുമില്ല. ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് കൂട്ടുകാരെ പറഞ്ഞിരിക്കുന്നതിൽ ഓട്ടോക്രാറ്റിക് ലീഡറാണ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. സി ഈസ് യുവർ ആൻസർ. Which leadership style is best suited for environment that requires innovation, creativity, change, adaptability തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കുറെ കൂടെ യോജിക്കുന്നത് ട്രാൻസ്ഫോർമേഷണൽ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അടുത്തത്, എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഈസ് ഇറ്റ്സ് ലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ അപ്പോ ഡിസഡ്വാൻറ്റേജ് ഓഫ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഈസ് ഇറ്റ്സ് എന്തോന്നാണ് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്തോന്നാണ്? ലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. അവിടെ ഒരു സബോർഡിനേറ്റിന്റെ വളരെ വലിയ ആഴത്തിലുള്ള ക്രിയേറ്റിവിറ്റിയോ പേഴ്സണൽ ഗ്രോത്തോ ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, ലക്ഷ്യം വെക്കുന്നില്ല. അതാണ് ക്ലിയർ എക്സ്പെക്ടേഷൻ ക്ലിയർ ആണ്. എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കുന്നുണ്ടാവും. ഗോൾ ഓറിയന്റഡ് ഫോക്കസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഡിസിഷൻ മേക്കിംഗ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത് പ്രൊസീജിയർ സെറ്റ്.
എവറിത്തിങ് ഈസ് സെറ്റ്, എവറിത്തിങ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഡിസിഷൻ എടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ലിമിറ്റഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ആണ് ട്രാൻസാക്ഷണലിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോമർ പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക നെൽസൺ മണ്ടേല ഈസ് സൈറ്റഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലീഡർ ഹു ഈസ് നോൺ ഫോർ ഹിസ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഫോക്കസിംഗ് ഓൺ സ്പെസിഫിക് ഗോൾസ് ത്രൂ കൺസെൻസസ് ബിൽഡിംഗ് ഈസ് മോസ്റ്റ് ലൈക്ലി എ ട്രാൻസാക്ഷണൽ ലീഡർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടിക്കൽ അപ്രോച്ച്, ഫോക്കസിംഗ് ഓൺ സ്പെസിഫിക് ഗോൾസ് ത്രൂ കൺസെൻസസ് ബിൽഡിംഗ്, എല്ലാവരെ കൊണ്ടും ഒരു ധാരണ ഒത്തിച്ചതിന് ശേഷം കാര്യങ്ങൾ അവരെ കൊണ്ട് കൃത്യമായി ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു രീതി ട്രാൻസാക്ഷൻ ലീഡറിന്റെ പ്രത്യേകതയാണ്. ഏഞ്ചല മെർക്കൽ നമ്മൾ കണ്ടതാണ് അല്ലെ. അടുത്ത നോക്കാം. വാട്ട് ഈസ് എ പ്രൈമറി ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്? ഇറ്റ് പ്രൊവൈഡ് സ്ട്രോങ് മോട്ടിവേഷൻ ഫോർ ദ ലീഡർ. അത് മോട്ടിവേഷൻ ലീഡറിന് കൊടുക്കുന്നുണ്ട്. എന്താണ്? എല്ലാവരും ഓ അമ്രാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക് ആവശ്യം. ഇറ്റ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അമംഗ് സബോർഡിനേറ്റ്സ്. യെസ്, ദാറ്റ് ഇസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ഇറ്റ് റിക്വയർസ് ലെസ് കമ്പീറ്റന്റ് സബോർഡിനേറ്റ്സ്. അതായത് കമ്പീറ്റന്റ് അല്ലാത്തവരും അവിടെ പറ്റുമെന്നുള്ളത് വാസ്തവത്തിൽ കമ്പീറ്റ് അല്ലാത്തവരും വലിയ കെടുലങ്ങളല്ലാത്തവരും അവിടെ പറ്റുമെന്നുള്ളത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ അഡ്വാൻറ്റേജ് ആണ്, ഡിസഡ്വാൻറ്റേജ് അല്ല. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അമംഗ് സബോർഡിനേറ്റ്സ്. ഇതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഓട്ടോക്രാറ്റിക് ലീഡർ മേക്സ് സബോർഡിനേറ്റ്സ് ഫീൽ ലൈക്ക് ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഈവൻ ദോ ദ ലീഡർ ഹാസ് ഓൾറെഡി മേക്ക് ദ ഡിസിഷൻ. അതായത് താൻ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വരികയും ഈ തീരുമാനത്തിലേക്ക് സബോർഡിനേറ്റ്സിനെ വലിച്ചിഴച്ച് മനഃപൂർവ്വം കൊണ്ടുവരുന്ന ഒരു രീതി പിന്തുടരുന്നതുമായ ഓട്ടോക്രാറ്റ് ഏത് ഓട്ടോക്രാറ്റ് ആണ്? ആ ഓട്ടോക്രാറ്റിന്റെ പേരാണ് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ റിലൈസ് ഹെവിലി ഓൺ ദ ലീഡേഴ്സ് ഇൻഫ്ലുവൻസ് ലീഡിംഗ് ടു ഫോളോവർ ഓവർ റിലയൻസ് ആൻഡ് പൊട്ടൻഷ്യൽ സ്ട്രെസ്? ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ അത് ട്രാൻസ്ഫോർമേഷനിലാണ്. അമിതമായി എന്ത് ചെയ്യുന്നുണ്ട്? ലീഡറിനെ ആശ്രയിക്കുന്നുണ്ട്. ഓവർ റിലയൻസും അതുപോലെ ഒരു ബേൺ ഔട്ടും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ട്രാൻസ്ഫോർമേഷണൽ ലീഡറിലാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കാം. വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസാക്ഷണൽ ലീഡർ ഈസ് ഫോസ്റ്ററിംഗ് ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ. അത് ട്രാൻസ്ഫോർമേഷനിലെ ആണ്. പ്രൊവൈഡിങ് എ കമ്പല്ലിംഗ് ഫ്യൂച്ചർ ഡയറക്ഷൻ. കമ്പല്ലിംഗ് എന്ന വാക്ക് വരുന്നത് തീർച്ചയായിട്ടും ഓട്ടോക്രാറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ക്ലോസ്ലി മോണിറ്ററിംഗ് പെർഫോമൻസ് ടു എൻഷുർ കോംപ്ലയൻസ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്ന അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിവാർഡും എന്ത് ചെയ്യുന്നത്, പണിഷ്മെന്റും ഒക്കെ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും സി ഈസ് യുവർ ആൻസർ. എൻകറേജിങ് ഫോളോവേഴ്സ് ടു എക്സീഡ് ദെയർ സെൽഫ് ഇൻട്രസ്റ്റ്. നോ, ഇവിടെ ഉദ്ദേശിക്കുന്ന സി ആണ്. വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ഓഫ് എ ട്രാൻസാക്ഷൻ ലീഡർ. ആൻസർ ഇസ് സി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, an autocratic leader assumes that people basically dislikes work and they are working for money. അപ്പൊ ഇതാണ് അയാളുടെ ചിന്താഗതി എന്ന് പറയുന്നത്. സൈക്കോയാണ്. ബി ആണ് ഉത്തരം. അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഫോമർ US പ്രസിഡന്റ് ബാരക് ഒബാമ is an example of a transformational leader due to his slogan change we can believe in. തീർച്ചയായിട്ടും അതാണ് കുറച്ചും കൂടെ ശരിയായിട്ടുള്ള ഉത്തരം. ആ സ്ലോഗൻ ഉയർത്തിയത് കൊണ്ട് മാത്രമല്ല വ്യത്യസ്ത തലത്തിലുള്ള വ്യക്തികളെ വീണ്ടും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുകയും ഹിംസെൽഫ് ഈസ് എ ബ്ലാക്ക് ലീഡർ അല്ലെ, ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുകയും ഡെമോക്രസിയിലുള്ള വിശ്വാസം കുറച്ചും കൂടെ ആഴത്തിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അത്തരത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫോർമേഷൻ ലീഡർ എന്ന് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഇൻ വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് ദർ എ lack of long-term motivation due to primary focus on short-term goals and rewards? തീർച്ചയായിട്ടും അത് ട്രാൻസാക്ഷനിലാണ്. അവിടെ ലോങ് ടേം മോട്ടിവേഷൻ എന്താണ് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യം ആണ്. അടുത്തതിലേക്ക് പോകാൻ കൂടാതെ എ ബെനവലന്റ് ഓട്ടോക്രാറ്റ് ഈസ് എ ലീഡർ ഹു റിലൈസ് ഓൺ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് യൂസസ് ഹിസ് പവർ ടു ഡിസ്പേഴ്സ് റിവാർഡ്സ് ടു. അവിടെ തന്നെ ബെനവലന്റ് ഓട്ടോക്രാറ്റ് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ അയാളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് ചെറിയ മുട്ടാസും ചെറിയ പപ്പടവും അല്ലെങ്കിൽ ചെറിയ മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പ്രൊഡക്റ്റീവ് കുറ്റി കൂട്ടുന്ന ഒരു കാര്യം എപ്പോഴും നടപ്പിലാക്കുന്നത് ആരാണ്? ബെനവലന്റ് ഓട്ടോക്രാറ്റ് തന്നെയാണ്. മേക്ക് സബോർഡിനേറ്റ് ഫീൽ ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ്. അത് തെറ്റാണ്. സ്ട്രിക്ട്ലി എൻഫോഴ്സസ് കമാൻഡ് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ബി ആണ് ഉത്തരമായിട്ട് നമുക്ക് വരുന്നത്. അടുത്ത നോക്കാൻ കൂടാതെ അടുത്ത ക്വസ്റ്റ്യൻ, which leadership style promotes efficiency and productivity by empathizing adherence to established procedures? നിലവിലെ സാഹചര്യം സെറ്റായിട്ടുള്ള കാര്യത്തിലേക്ക് സെറ്റായിട്ടുള്ള കാര്യം
നോംസ് ആൻഡ് കണ്ടീഷൻസ് അതനുസരിച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു രീതി, അത് കുറെ കൂടെ ട്രാൻസാക്ഷൻ ലീഡർഷിപ്പിന്റെ പ്രത്യേകതയാണ്. എ കീ അഡ്വാൻറ്റേജ് ഓഫ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഈസ് സബോർഡിനേറ്റ്സ് ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെന്റ്. തെറ്റ്. ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് സബോർഡിനേറ്റ്സ് ഇസ് യൂട്ടിലൈസ്. തെറ്റ്. ഇറ്റ് പെർമിറ്റ്സ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. തീർച്ചയായിട്ടും ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, കാരണം ഹി ഷുഡ് നോട്ട് കൺസൾട്ട് ഹൂം, വർക്കേഴ്സിനായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, അടുത്തത് ദ ടൈപ്പ് ഓഫ് ലീഡർ ഹു എൻകറേജസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ് ചലഞ്ചിങ് ദ സ്റ്റാറ്റസ് കോ. തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷണൽ ലീഡർ തന്നെയാണ്. ഔട്ട് ഓഫ് ദ ബുക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ മിടുക്കൻ അയാൾ തന്നെയാണ്. അടുത്ത നോക്കാൻ കൂടാതെ ഓട്ടോക്രാറ്റിക് ലീഡർ ടെൽസ് ദ ഗ്രൂപ്പ് വാട്ട് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ദേ മസ്റ്റ് ടേക്ക് ബട്ട് ഡസ് നോട്ട് പ്രൊവൈഡ് എ ക്ലിയർ പിക്ചർ ഓഫ് അയാളുടെ മനസ്സിലുള്ള ധാരണ വ്യക്തമായിട്ട് എന്ത് ചെയ്യില്ല, പറഞ്ഞു കൊടുക്കില്ല അല്ലേ. ക്ലിയർ ആണ്. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കാൻ കൂടാതെ അടുത്തത് വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ മേ ഫേസ് റെസിസ്റ്റൻസ് ഫ്രം ഇൻഡിവിജ്വൽസ് ഹു നാച്ചുറലി റെസിസ്റ്റ് ചേഞ്ച്. മാറ്റവും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളും ആശയങ്ങളും നൂതനമായ കാര്യങ്ങളും എപ്പോഴും അത് വേണ്ട, അത് ശരിയാവൂല, ഇത് പറ്റൂല, ഇത് ഞങ്ങൾക്ക് ഒക്കൂല എന്ന സമീപനമുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിന് സ്വാഭാവികമായ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനായിട്ടുണ്ട് സാധ്യതയുണ്ട്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ആർ കറക്റ്റ്? ട്രാൻസ്ഫോർമേഷനിലാണ്. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ആർ എംപത്തറ്റിക്, കറക്റ്റ് ആണ്. അണ്ടർസ്റ്റാൻഡ് ദെയർ ഫോളോവേഴ്സ് നീഡ്സ്, തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. ദിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് സ്യൂട്ടഡ് ഫോർ സ്റ്റേബിൾ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻ. സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ല, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സംതിങ് എന്തോ ഒരു സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ പ്രോസസ്സിലൂടെ പോകുന്ന ഒരു സ്ഥലങ്ങളിലാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർ കുറെ കൂടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ട്രാൻസ്ഫോർമേഷൻ ലീഡേഴ്സ് ഇൻസ്പയർസ് ഫോളോവേഴ്സ് ടു എക്സീഡ് ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. തീർച്ചയായിട്ടും they promote personal growth and encourage creativity. തീർച്ചയായിട്ടും 1, 3 and 4 is right answer. That means option A. അടുത്ത ക്വസ്റ്റ്യൻ, consider the following statement about transactional ആണ്. It is an approach that focuses on exchange relationship between leaders and followers. Right. This style is best suited for environment that require innovation. Wrong. അത് ട്രാൻസ്ഫോർമേഷൻ ആണ്. ട്രാൻസാക്ഷൻ ലീഡേഴ്സ് ക്ലോസ്ലി മോണിറ്റർ ദ പെർഫോമൻസ് ഓഫ് ദെയർ ടീംസ്. തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടി യോജിക്കുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ ലീഡേഴ്സിനെ കുറച്ചുകൂടെ യോജിക്കുന്ന വളരെ കൃത്യമായ എന്താണ് ഒരു കാര്യമാണ്. അടുത്തത്, ദിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിസ്കറേജസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. അതിനുള്ളൊരു സ്കോപ്പ് അവിടെ ഇല്ല, ഡിസ്കറേജ് ചെയ്യുന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് തീർച്ചയായിട്ടും 1, 3 and 4 is right. ഓപ്ഷൻ ബി is your answer. 1, 3 and 4 ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് ആർ കറക്റ്റ്? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ദ ലീഡർ ഹോൾഡ്സ് അബ്സല്യൂട്ട് പവർ and makes decision without any input from followers. That is right. Autocratic leadership permits quick decision making. തീർച്ചയായിട്ടും അത് അവിടെ കറക്റ്റ് ആണ്. ദിസ് സ്റ്റൈൽ മേ ലീഡ് ടു ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അമംഗ് സബോർഡിനേറ്റ്സ്. അവനെ കൊന്നിട്ട് പോയാൽ മതി നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ തോന്നിയെന്ന് വരാം. ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് സബോർഡിനേറ്റ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് തെറ്റാണ്. cannot be utilized. സോ 1, 2 and 3 is right. ഓപ്ഷൻ എ is your answer. ഓക്കെ അല്ലേ. അടുത്ത നോക്കാൻ കൂടെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ട്രാൻസ്ഫോർമേഷണൽ ലീഡർ. കാരണം ട്രാൻസ്ഫോർമേഷനിലാണ്. ദേ ആർ ചേഞ്ച് ലീഡേഴ്സ്, ഡ്രൈവേഴ്സ്, വാടാ നേതാവാണ്. ദേ ഹാവ് എ ക്ലിയർ വിഷൻ ഓഫ് വാട്ട് ദേ വാണ്ട് ടു അച്ചീവ് ഫ്രം ദെയർ ഫോളോവേഴ്സ്. തീർച്ചയായിട്ടും ദേ ആർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ്, ഒറേറ്റേഴ്സ്. കൃത്യമായി അത് തൻ്റെ മനസ്സിലെ ആശയം അവരോട് സംവേദിക്കാൻ അവർ വളരെയധികം മിടുക്കരാണ്. ഹു ആർട്ടിക്കുലേറ്റ് ദെയർ വിഷൻ എഫക്റ്റീവ്ലി. ദേ റിലൈ ഓൺ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് സിസ്റ്റംസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നോ, ദേ വിൽ come out with out of the box solutions. So 1, 2 and 3 is right. That means option A. അടുത്ത നോക്കാം, which of the following statements correctly describe transaction leadership's advantages and disadvantages? Transaction leadership and advantage and disadvantage. It provides clarity to followers about what is expected of them. ട്രാൻസാക്ഷനിൽ തീർച്ചയായിട്ടും അത് ഉണ്ട്. It promotes efficiency and productivity. എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് നമുക്ക് പറയാൻ പറ്റില്ല. എഫിഷ്യൻസി, കോസ്റ്റ് എഫക്റ്റീവ് ടൈം കൊണ്ടിട്ട് ചെയ്യും. ഇറ്റ് മേ ലീഡ് ടു ലാക്ക് ഓഫ് സസ്റ്റൈൻഡ് മോട്ടിവേഷൻ ഇൻ ദ ലോങ് ടേം. അതും ശരിയാണ്. ഇറ്റ് ഈസ് ഹൈലി അഡാപ്റ്റബിൾ ടു റാപ്പിഡ്ലി ചേഞ്ചിങ് എൻവറോൺമെന്റ്. ഇറ്റ് ഈസ് ഹൈലി അഡാപ്റ്റബിൾ.
തെറ്റാണ്. 1, 2 and 3 ഈസ് റൈറ്റ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ഈസ് യുവർ ആൻസർ. അടുത്ത നോക്കാം. ഓട്ടോക്രാറ്റ് ലീഡർഷിപ്പോട് ബന്ധപ്പെട്ടാണ്. ബെനവലന്റ് ഓട്ടോക്രാറ്റ് റിലൈസ് ഓൺ നെഗറ്റീവ്, ബെനവലന്റ് ഹി റിലൈസ് ഓൺ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് അല്ലേ? ഒന്നാമത്തെ തെറ്റാണ്. എ സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് എക്സ്പെക്ട്സ് ഹിസ് കമാൻഡ് ടു ബി അക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഈസ് കറക്റ്റൈസ്ഡ് ബൈ ഡീസെൻട്രലൈസ്ഡ് അല്ല സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പവർ. തെറ്റ്. അടുത്തത് മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ് മേക്സ് സബോർഡിനേറ്റ് ഫീൽ ദാറ്റ് ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീർച്ചയായിട്ടും 2 and 4 ഇസ് റൈറ്റ്. ഓപ്ഷൻ ബി ഈസ് യുവർ ആൻസർ. അടുത്ത നോക്കാം കൂട്ടുകാരെ. Which of the following statements are correct about suitability of leadership styles? Transactional leadership is a perfect fit for stable and established organization. Right. Transformational leadership is best suited for environment that are undergoing change. തീർച്ചയായിട്ടും. Autocratic leadership is suited for situations where great speed is required. ഇപ്പോൾ ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഫോഴ്സിനെ മുഴുവൻ അസംബിൾ ചെയ്ത കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അവിടെ കുറെ കൂടെ നല്ലത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് തന്നെയാണ്. 3 is right. Transformational leadership is a perfect fit for compliance intensive industries. No. Compliance intensive, അത് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ചെയ്യുന്നത് കുറെ കൂടെ ട്രാൻസാക്ഷണൽ ആണ്. സോ 1, 2 and 3 ആർ റൈറ്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ. ദി ഐഡിയാസ് ഓഫ് ദ ലീഡർ may face resistance. May face resistance. So one of the disadvantage of transformation leadership ആണത്. Followers often become over reliant on the leaders guidance. തീർച്ചയായിട്ടും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലീഡർ may set extremely high expectations leading to follower burnout. ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലീഡർ also faces burnout as they invest too much time. എല്ലാവരും ശരിയാണല്ലോ. ഓപ്ഷൻ ബി ഈസ് യുവർ ആൻസർ. മീൻസ് ഡിസഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ഈസ് യുവർ ആൻസർ. അടുത്തൊരു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആൻ എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ്. കറക്റ്റ് ആണ്. ട്രാൻസാക്ഷണൽ ലീഡേഴ്സ് പ്രൊവൈഡ് വെൽ ഡിഫൈൻഡ് കണ്ടിൻജന്റ് റിവാർഡ്സ്. തീർച്ചയായിട്ടും. ദേ മേക്ക് ഡിസിഷൻസ് എഫിഷ്യൻ്റ്ലി റിലയിങ് ഓൺ എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. തീർച്ചയായിട്ടും. ദേ ഫോക്കസ് ഓൺ എൻകറേജിങ്. ഇത് തെറ്റാണ്. 1, 2 and 3 are correct. Correct ആണ്. ഓപ്ഷൻ എ is your answer. Question നോക്കാം. Which of the following statements about the impact of transformation leadership are correct? It results in higher levels of motivation and commitment. തീർച്ചയായിട്ടും. It can drive teams to achieve outstanding results. തീർച്ചയായിട്ടും. It creates an all-inclusive and positive work vibe. തീർച്ചയായിട്ടും. It discourages collaboration. It discourages അല്ല, it promotes അല്ലേ. So 1, 2 and 3 is right. 1, 2 and 3 is right. തീർച്ചയായിട്ടും. Consider the following statements about transactional leadership ആണ്. It is a perfect fit for compliance intensive industries, performance driven industries, result oriented industries. That is right. ഒന്നാമത് കറക്റ്റ് ആണ്. It is suited for performance driven and result oriented. തീർച്ചയായിട്ടും രണ്ടാമത് കറക്റ്റ് ആണ്. It is inflexible and has limited adaptability to change. തീർച്ചയായിട്ടും അസ്വാഭാവികമായ ഒന്ന് വന്നു കഴിഞ്ഞാൽ ലീഡർ കൈയും കാലിട്ട് അടിക്കുകയുള്ളൂ. അപ്പോൾ മൂന്നാമത്തതും കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് സൂറ്റബിൾ ഫോർ എൻവറോൺമെന്റ് ദാറ്റ് റിക്വയർ എ സ്ട്രോങ് ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത്. നോ, തെറ്റ്. 1, 2 and 3 ഈസ് റൈറ്റ്. 1, 2 and 3 ഈസ് റൈറ്റ്. ഓക്കെ. 3 types of autocratic ലീഡർഷിപ്പ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ് റിലൈസ് ഓൺ നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. തീർച്ചയായിട്ടും. A benevolent autocrat is effective in getting high productivity by giving small rewards and all that. A manipulative autocrat makes subordinates feel that, okay, മൂന്നാമത്തോട് correct ആണ്. All 3 types of autocratic leaders centralize decision making. തീർച്ചയായിട്ടും. 1, 2, 3 and 4 is right. Option B is your answer. Which of the following statements are correct about the relationship between leadership style and organizational context? Okay. Transformational leadership is suited for environment that require innovation. കറക്റ്റ് ആണല്ലോ. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ഈസ് എ പെർഫെക്റ്റ് ഫിറ്റ് ഫോർ സ്റ്റേബിൾ ഓർഗനൈസേഷൻ. കറക്റ്റ് ആണല്ലോ. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഈസ് എഫക്റ്റീവ് ആൻഡ് ഹൈ സ്പീഡ് ഈസ് റിക്വയർഡ്. എല്ലാവരെയും ഫോഴ്സിനെ പെട്ടെന്ന് അസംബിൾ ചെയ്യണം. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ആണ് ബെസ്റ്റ്. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് ഈസ് ഹൈലി അഡാപ്റ്റബിൾ ടു ചേഞ്ച്. നോ. 1, 2 and 3 is right. Option A is your answer. Which of the following statements about autocratic leadership are correct? It provides strong motivation and satisfaction to the leader. കാരണം ആജ്ഞാനുവർത്തികളായ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുകയില്ലേ. ലെസ് കമ്പീറ്റൻറ്റ് സബോർഡിനേറ്റ്സ് ആർ നീഡഡ് അറ്റ് ലോവർ ലെവൽസ്. വലിയ കമ്പീറ്റൻ്റ് ആൾക്കാർ വേണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ബിക്കോസ് ഫോളോവേഴ്സ് ആർ അഫ്രൈഡ് ഓഫ് ദ ലീഡേഴ്സ് അതോറിറ്റി. തീർച്ചയായിട്ടും.
അടുത്ത ഓൾ ഡിസിഷൻ മേക്കിംഗ് പവർ ഈസ് സെൻട്രലൈസ് ടു ദ ലീഡർ. കറക്റ്റ് ആണല്ലോ. 1, 2, 3 and 4 is right. Option B is your answer. Consider the following statements about transactional and transformation leadership. Transformation leaders inspires the followers to go above and beyond. തീർച്ചയായിട്ടും transactional leaders focus on long-term motivation. No, they focus on short-term motivation. Transactional leaders set specific performance standards. തീർച്ചയായിട്ടും അവരതങ്ങനെ ചെയ്യാൻ നിർബന്ധിതരാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റിവാർഡ്സും പണിഷ്മെന്റും കൊടുക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ഈസ് suited for environment that are undergoing change. കറക്റ്റ് ആണ്. 1, 3 and 4 is right. Option A is your answer. Which of the following statements about the characteristics of transformation leadership are correct? Transformation leadership in transformation leaders are empathetic and understand their followers' needs. Correct ആണല്ലോ. They are inspirational, create a positive environment. അതും കറക്റ്റ് ആണല്ലോ. They encourage intellectual stimulation and new ideas. കറക്റ്റ് ആണല്ലോ. They avoid challenging the status quo. They promote challenging the status quo. 1, 2 and 3 is right. Option A is your answer. Okay, consider the following statements. Transactional leadership is focused on goal achievement. Correct ആണ്. Autocratic leadership provides strong motivation and satisfaction to the leader. Correct ആണ്. Transformation leadership can drive teams to achieve outstanding results. അത് കറക്റ്റ് ആണ്. Autocratic leadership is known for its ability to utilize the full potential. No, ഒരിക്കലും full potential utilize ചെയ്യാൻ പറ്റില്ല. So 1, 2 and 3 is right. Option A is your answer. Consider the following statements about the qualities of transformation leaders. They inspire and motivate followers. That is right. They are good communicators, orators. That is also right. They focus on transforming individuals and organizations. തീർച്ചയായിട്ടും they provide a compelling future direction. Compelling future direction. That means തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, എന്താണ് ദിശാബോധം കൊടുക്കുന്നതിൽ അവരൊട്ടും എന്തല്ല, താഴെയല്ല, വ്യക്തമായൊരു ദിശാബോധം അവർ കൊടുക്കുന്നതായിരിക്കും. സോ 1, 2, 3, 4 is right. ഓപ്ഷൻ ബി ഈസ് യുവർ ആൻസർ. സോ അപ്പോൾ രണ്ടാമത്തെ സെഷന് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സെഷന്റെ ക്വസ്റ്റ്യൻസ് കണ്ടു. അടുത്ത മൂന്നാമത്തെ സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.